ശ്രീമതി PM ആതിര. എനിക്കെതിരെ ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയിൽ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ ക്രിമിനൽ പോലീസ് സംഘവും പങ്കാളിയായി എന്നുള്ളതാണ് കുറ്റവിമുക്തനായ ദിലീപിന്റെ ആരോപണം. അങ്ങനെ തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയിൽ അന്വേഷണം ആവശ്യപ്പെടാൻ പോവുകയാണ്, നിയമ നടപടി ആലോചിക്കുകയാണ് എന്ന് നടനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുമ്പോൾ അതിൻ്റെ നിയമപരമായ പോസിബിലിറ്റീസ് എന്താണ്? ഒരു കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ, ട്രയൽ കോടതി കുറ്റവിമുക്തനാക്കിയാൽ അതുവരെ ആരോപിതനായിരുന്ന ആൾക്ക് തനിക്കെതിരെയുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതിന്റെ നിയമപരമായ സാധ്യത എന്താണ്? ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്നുള്ള നിലയ്ക്ക് അതൊക്കെ സാധിക്കും. ഡിഫാമേഷന് കേസ് കൊടുക്കാം, ഇതൊക്കെ സാധിക്കും. പക്ഷേ ഈ കേസിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്കൊക്കെ ബോധ്യമുള്ളൊരു കാര്യമാണ് ഈ 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് നടത്തിയിട്ടുള്ള ഗൂഢാലോചന സംബന്ധിച്ച്. അതെന്തുകൊണ്ടാണ് ട്രയൽ കോടതി, വിചാരണ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടത് എന്നുള്ളത് സംബന്ധിച്ച് പൂർണ്ണമായ വിധിന്യായം വന്നതിന് ശേഷം മാത്രമേ തിരിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവുകൾ കോടതി മുറിക്കകത്ത് മാത്രമല്ല, പുറത്തും വോയിസ് ക്ലിപ്പുകൾ, മതിയായ രേഖകൾ എല്ലാം പുറം ലോകം കൂടി കണ്ടതാണ്. അങ്ങനെയുള്ളൊരു കേസിനകത്ത് എങ്ങനെയാണ് ഒരു കുറ്റവിമുക്തൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത്? അതിനുവേണ്ടി എന്തൊക്കെ കൂടിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ളതാണ് പൊതുസമൂഹം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് സാധിച്ചെടുത്തത്? അതിനുവേണ്ടി നടത്തിയിട്ടുള്ള കൂടിയ കുറ്റകൃത്യങ്ങൾ വേറെ എന്തൊക്കെയാണ്? ഈ കോടതിക്ക് മുൻപാകെ ഉണ്ടായിരുന്ന എവിഡൻസിൻ്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ഉൾപ്പെടെ വന്നത് സംബന്ധിച്ച് അതൊക്കെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കുറ്റവിമുക്തനാകുന്ന അവസ്ഥയിലേക്ക് ദിലീപിനെ പോലെ ഒരാൾ എത്തിയത് എന്നുള്ളത് കൂടുതൽ വ്യക്തമാകും. അങ്ങനെയൊക്കെ ദിലീപ് പോകുന്നുണ്ട്, പോകട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ ആഴങ്ങളിലേക്ക് ഇത് പോകണം എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നിയമവ്യവസ്ഥയെ നോക്കി കൊഞ്ഞനം കുത്തുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ ഒരു കേസിൻ്റെ എല്ലാ രീതിയിലുള്ള മാനിപ്പുലേഷനും എല്ലാ രീതിയിലുള്ള പ്ലാനിങ്ങും നടത്തിയൊരു ബ്രെയിൻ, ആ ബ്രെയിൻ നിന്നുകൊണ്ട് ഇന്നിങ്ങനെയൊക്കെയുള്ള അഭിനയം ക്യാമറയ്ക്ക് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും ചെയ്യുന്ന സമയത്ത് അത് കേട്ട് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം അത്ര പൊട്ടന്മാരൊന്നുമല്ല ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ. അങ്ങനെ അവരെ എളുപ്പം പറ്റിക്കാമെന്നും കരുതണ്ട. അങ്ങനെയൊക്കെ ദിലീപ് പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ, നമുക്ക് കാണാമല്ലോ എവിടം വരെ പോകുമെന്നുള്ളത്. ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും തെളിവിൻ്റെ ഒരു അംശം എപ്പോഴും ബാക്കിയുണ്ടാവും. അത് അപ്പീൽ കോടതിയിലായാലും അതിന് മേലെയുള്ള കോടതിയായാലും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വരെ നിയമയുദ്ധം തുടരുമെന്നുള്ളത് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിജീവിതയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ആ രീതിയിലുള്ള നിലപാട് തന്നെ വരും എന്നുള്ള വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സാധാരണ കേസിൽ ഒരാളെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസിനെതിരായിട്ട് ഒരു പ്രതിക്ക് കുറ്റവിമുക്തനാവുമ്പോൾ പോകാൻ പറ്റുന്നത് പോലെയുള്ള എല്ലാ റൈറ്റ്സും ദിലീപിനുണ്ട്. ദിലീപ് പോകട്ടെ, എന്നിട്ട് തെളിയിക്കട്ടെ ഈ സംവിധാനത്തിന് മുന്നിൽ എന്ത് ഗൂഢാലോചനയാണ് ദിലീപിനെതിരായിട്ട് നടത്തിയത്, ആരാണ് നടത്തിയത്. ഇതൊക്കെ പുറത്തു കൊണ്ടുവരാൻ മാത്രം കെൽപ്പുണ്ടെങ്കിൽ ദിലീപ് ഇത് കാണിക്കട്ടെ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് സാധിക്കില്ല എന്ന് മാത്രമല്ല, ഈ കേസ് തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എല്ലാ എഫേർട്ടുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ശരി, അത് നമുക്ക് കാത്തിരുന്ന് കാണാം.